അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ തുരുത്തി മുസ്ലിം റിലീഫ് കമ്മിറ്റി പൂർവ്വ വിദ്യാർത്ഥികൾക്കായി ഒരുക്കി തന്ന ഈ മഹാവിരുന്നിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാഥൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അജ്ഞതയിലും അന്ധകാരത്തിലും അനീതിയിലും അധർമ്മത്തിലും ആടിത്തിമറിൽ ജീവിച്ചിരുന്ന ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനതയെ അറിവിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന ലോകത്തിന്റെ നേതാവ്, പുണ്യങ്ങളുടെ പൂനിലാബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എക്കാലത്തെയും പ്രതീക്ഷയാണ്. അവിടത്തെ ദേഹവും ദർശനവും സ്പർശനവുമെല്ലാം ലോകത്തിന് അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ആ തിരുനബിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് മുഴുവൻ കരുണ കാണിക്കണമെന്നാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. എങ്കിലേ ആകാശത്തിലുള്ള അധിപൻ നിങ്ങളോട് സ്നേഹവും കരുണയും പുലർത്തു എന്നാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചത്. പിഞ്ചു പൈതങ്ങളെ ചുംബനം നൽകിക്കൊണ്ടാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തിന്റെ ബാലപാഠം നമുക്ക് പഠിപ്പിച്ചു തന്നത്. പെൺകുട്ടികളോട് നീതി പുലർത്താനും മുതിർന്നവരെ ബഹുമാനിക്കാനും നമ്മെ പഠിപ്പിച്ചു. അനാഥരെയും വയ്യാത്രക്കാരനെയും ചേർത്തു നിർത്തി ചെടികളും മരങ്ങളും വൃക്ഷങ്ങളും പറവകളും പക്ഷികളും ഉൾപ്പെടെ എല്ലാത്തിനെയും പരിഗണിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത്. എന്നാലും തൻ്റെ തൗഹീദിന്റെ അമരശബ്ദം പാരിലാകെ മുഴക്കിയതിന് സ്വന്തം നാടും വീടും വിട്ടു പോകേണ്ടി വന്നു ആ പ്രവാചകന്. എന്നിട്ടും തൻ്റെ നാട്ടുകാർ ദുരിതത്തിലായെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് 5000 സ്വർണ്ണ നാണയങ്ങൾ അയച്ചു കൊടുത്ത പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ കാരുണ്യക്കടലാണ്. മാതാപിതാക്കളോടുള്ള കടമ ഇത്രമേൽ ഊന്നിപ്പറഞ്ഞ മറ്റൊരു നേതാവിനെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പോലും പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും നല്ല സോഷ്യലിസം ഇസ്ലാമാണെന്നും ഏറ്റവും മഹാനായ സോഷ്യലിസ്റ്റ് അത് മുഹമ്മദ് നബിയാണെന്നും ഗാന്ധിജി പോലും പ്രഖ്യാപിച്ചുവെങ്കിൽ ആധുനിക ലോകം മുഹമ്മദ് നബിയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തിരുദൂതരെ, നിങ്ങൾക്ക് മുഹമ്മദ് നബിയിൽ തിരുദൂതരിൽ നിങ്ങൾക്കൊരു വചനമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നത്. അടുക്കള മുതൽ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ വരെ ഒരു മനുഷ്യൻ എങ്ങനെ ഇടപെടണമെന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അമേരിക്കൻ ചിത്രകാരനും തത്വചിന്തകനുമായ മൈക്കൽ എച്ച് ഹർട്ട് തൻ്റെ വിശ്വവിഖ്യാതമായ ദ 100 എന്ന പുസ്തകത്തിലൂടെ ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളെ തയ്യാറാക്കിയപ്പോൾ അതിൽ ആദ്യമായി പരിഗണിക്കപ്പെട്ടത് നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ തന്നെ പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ, അങ്ങേ ഈ ലോകത്തേക്ക് കാരുണ്യവാനായിട്ടല്ലാതെ ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് അവസാന നാളുകളിൽ മഹ്ശറിൽ വെച്ച് ആ മുത്ത് റസൂലിന്റെ കരങ്ങളിൽ മാത്രമാണ് നമ്മുടെ പരിരക്ഷ. അതുകൊണ്ട് ആ നബിയുടെ ചര്യ പിൻപറ്റി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.